അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പരിശുദ്ധ ഖുർആനിൻ്റെ പാരായണം പോലെ തന്നെ മഹത്വമേറിയതും പ്രതിഫലാർഹവുമാണ് ആ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നതിനെ കേൾക്കുക എന്നുള്ളതും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ തന്നെ പറയുന്നുണ്ട്, വഇദാ ഖുരിഅൽ ഖുർആനു ഫസ്തമിഊ ലഹു വഅൻസിതു ലഅല്ലകും തുർഹമൂൻ. വിശുദ്ധ ഖുർആനിനെ ഓതപ്പെട്ടാൽ ശ്രദ്ധാപൂർവം നിങ്ങളതിനെ കേൾക്കണം. അങ്ങനെ കേൾക്കുന്ന പക്ഷം അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ റഹ്മത്ത്, അവൻ്റെ കാരുണ്യം നമുക്ക് നൽകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മനിസ്തമഅ ഇലാ ആയത്തിൻ മിൻ കിതാബില്ലാഹി കുതിബ ലഹു ഹസനത്തുൻ മുളഅഫ. ആരെങ്കിലും പരിശുദ്ധ ഖുർആനിൽ നിന്നൊരു സൂക്തത്തെ കേട്ടാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനിക്ക് ഇരട്ടിയായ പ്രതിഫലം നൽകും എന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. വിശുദ്ധ ഖുർആനിനെ നാം കേൾക്കണം. വിശുദ്ധ ഖുർആനിനെ കേട്ട് നാം ആസ്വദിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബികളിൽ നിന്ന് നല്ല ശബ്ദമാധുര്യമുള്ള, നല്ല ഈണത്തിലും രാഗത്തിലുമൊക്കെ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന സഹാബികളെ വിളിച്ച് ഓദിപ്പിച്ച് കേട്ട് സായുജ്യമടയുന്ന ഒരുപാട് സംഭവങ്ങൾ നമുക്ക് ഹദീസുകളിൽ വായിക്കാൻ പറ്റും. ഒരിക്കൽ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചു വരുത്തി. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇഖ്റഅ അലയ്യ, എൻ്റെ മേൽ ഓതിക്കേൾപ്പിക്ക്, എനിക്ക് വിശുദ്ധ ഖുർആൻ ഓതിക്കേൾപ്പിക്ക്. അപ്പോൾ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അഖ്റഉ അലൈക വ അലൈക ഉൻസിൽ. നബിയെ, ഞാൻ അങ്ങേക്ക് ഓതിക്കേൾപ്പിക്കുകയോ? അങ്ങയുടെ മേലിലല്ലേ ഈ വിശുദ്ധ ഖുർആനിന് ഇറക്കപ്പെട്ടത്? അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇന്നി അഷ്തഹി അൻ അസ്മഅഹു മിൻ ഗൈരി. ഞാനല്ലാത്ത മറ്റൊരാളിൽ നിന്ന് ഈ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യലിനെ, കേൾക്കലിനെ ഞാൻ ഇഷ്ടപ്പെടുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആഗ്രഹത്തെ അനുസരിച്ച്, നിർദ്ദേശത്തെ അനുസരിച്ചുകൊണ്ട് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൻ നിസാ പാരായണം ചെയ്തു കൊടുത്തു. സൂറത്തുൻ നിസായിലെ 41-ാമത്തെ ആയത്ത്, ഫകൈഫ ഇദാ ജിഅനാ മിൻ കുല്ലി ഉമ്മത്തിൻ ബിശഹീദിൻ വജിഅനാ ബിക അലാ ഹൗലാഇ ഷഹീദാ. വിശുദ്ധ ഖുർആനിലെ 41-ാമത്തെ സൂറത്തുൻ നിസായിലെ 41-ാമത്തെ ഈ വചനമെത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇബ്നു മസ്ഊദ് തങ്ങളോട് പറഞ്ഞു, ഇനി നിർത്താൻ ആവശ്യപ്പെട്ടു. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ രണ്ട് കണ്ണുകളും നിറഞ്ഞൊലിക്കുന്ന തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണ് ഇബ്നു മസ്ഊദ് തങ്ങൾ കണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവിതത്തിൽ ആ വിശുദ്ധ ഖുർആൻ ധാരാളമായിട്ട് പാരായണം ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ആ വിശുദ്ധ ഖുർആനിനെ കേൾക്കാൻ വേണ്ടി ധാരാളമായി സമയം മാറ്റിവെക്കാറുണ്ട് എന്ന് ഹദീസുകൾ, ചരിത്രങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. മറ്റ് ഒരുപാട് സംഭവങ്ങൾ നമുക്ക് പറയാൻ പറ്റും. ഒരിക്കൽ മഹദിയായ ആയിഷ ബീബി റളിയല്ലാഹു അൻഹ വീട്ടിലേക്ക് കുറച്ച് വൈകി വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, എവിടെയായിരുന്നു? മഹദിയായ ആയിഷ ബീവി പറഞ്ഞു, അങ്ങയുടെ സഹാബികളിൽപ്പെട്ട വളരെ മനോഹരമായിട്ട് ഖുർആൻ പാരായണം ചെയ്യുന്ന ഒരു സഹാബിയുടെ ഖിറാഅത്ത് കേട്ടപ്പോൾ, ഖുർആൻ പാരായണം കേട്ടപ്പോൾ അത് കേട്ട് നിന്നു പോയതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എഴുന്നേറ്റ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അത് കേൾക്കാൻ പോയി എന്ന ഹദീസിൽ നമുക്ക് വായിക്കാൻ പറ്റും. പ്രിയപ്പെട്ട കൂട്ടുകാരെ, വിശുദ്ധ ഖുർആൻ ധാരാളമായി നാം പാരായണം ചെയ്യണം. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നതിനെ നാം കേൾക്കണം, അത് ആസ്വദിക്കണം. നമ്മളൊക്കെ യാത്രകൾ ചെയ്യുന്നവരാണ്. നമ്മുടെ യാത്രകളിൽ അനാവശ്യമായ പാട്ടുകൾ കേട്ട് ആസ്വദിച്ച് യാത്ര ചെയ്യുന്നതിനു പകരം വിശുദ്ധ ഖുർആനിനെ നമ്മുടെ വാഹനങ്ങളിൽ പ്ലേ ചെയ്ത് നമ്മളും നമ്മുടെ സഹയാത്രികരുമൊക്കെ ആ വിശുദ്ധ ഖുർആനിൻ്റെ മധുരം അനുഭവിച്ചുകൊണ്ട് നമ്മൾ യാത്ര ചെയ്യാൻ ശ്രമിക്കണം. നമ്മുടെ കാതുകളെ കൊണ്ട് പരമാവധി വിശുദ്ധ ഖുർആൻ കേട്ട് ആസ്വദിക്കാനുള്ള ഒരു നല്ല മനസ്സിലേക്ക്, ഒരു മനോഭാവത്തിലേക്ക് നമ്മൾ മാറേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിനെ സ്നേഹിക്കാനും അത് പാരായണം ചെയ്യാനും പഠിക്കാനും അത് കേട്ട് ആസ്വദിക്കാനുമൊക്കെ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.